ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ ആദ്യം ഒരു ജോലിക്കൊക്കെ പോകുന്നുണ്ട് മീൻകടയിൽ. അവിടെ വെച്ചിട്ട് നമ്മുടെ രാജപ്പൻ വരികയാണ്. കുറച്ച് പണമാണെന്ന് പറഞ്ഞ് ഒരു പൊതി എടുത്തു കൊടുക്കുമ്പോൾ അതും വിശ്വസിച്ച് ആ ജോലിയും വേണ്ടെന്ന് വെച്ച് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തായാലും നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഭക്ഷണം സാധനങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പൈസ കൊടുക്കാൻ ഈ പൊതി എടുക്കുമ്പോഴായിരിക്കും അത് ചൊറിയണാണ് എന്ന കാര്യം മനസ്സിലാകുന്നത്. അങ്ങനെ കൈയൊക്കെ ചൊറിഞ്ഞ് അവനെ ആ ഹോട്ടലിൽ നിന്നുകൊണ്ട് തന്നെ ആ 350 രൂപയ്ക്ക് കഴിച്ച ഭക്ഷണത്തിനുള്ള പണി അയാളെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. എന്തായാലും 350 പകരം 450 രൂപയ്ക്കുള്ള പണി നിന്നെ കൊണ്ട് ഞാൻ എടുപ്പിക്കുമെന്നൊക്കെയാണ് അവിടുത്തെ മുതലാളി പറയുന്നത്. എന്തായാലും നല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടും തന്നെയാണ് നമ്മുടെ പ്രകാശനുള്ളത്. പ്രകാശൻ ആരും നോക്കാനുമില്ല. ഇതേ സമയത്താണെങ്കിൽ പിന്നീട് നമ്മുടെ പ്രകാശൻ ഒരു അമ്പലനടയിൽ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അമ്പലനടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കാവ്യ വസ്ത്രമൊക്കെ കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാവരോടും ഭിക്ഷ യാചിക്കുന്നുണ്ട്. അതേ അമ്പലത്തിലേക്ക് വരുന്ന തൻ്റെ അമ്മ, അതായത് ഭാനുമതി അമ്മ ഈ ഒരു കാഴ്ച കാണുകയാണ്. അപ്പോൾ ഭാനുമതി അമ്മ പറയുന്നുണ്ട്, നിനക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാ? നിനക്ക് നിന്റെ സ്വഭാവം തന്നെയല്ലേ നിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത്. നിനക്ക് ആ കല്യാണി മോളെ ആ ഹൃദയത്തിലേക്ക് നീ ഒന്ന് എടുത്തു വെച്ചിരുന്നെങ്കിൽ അവള് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കില്ലായിരുന്നു. നീ എന്നാടാ നന്നാവാ? അപ്പൊ എന്തായാലും തൻ്റെ അമ്മയ്ക്കും പ്രകാശൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്നുണ്ട് എന്തായാലും. പക്ഷെ അവനോട് സ്നേഹമൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ പ്രകാശൻ കുറെ മാറ്റങ്ങളൊക്കെ മനസ്സിന് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സത്യം നമ്മുടെ ഭാനുമതി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പ്രകാശന്റെ പേഴ്സിൽ കല്യാണിയുടെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പേഴ്സിൽ പ്രകാശന്റെ പേഴ്സിൽ ഉണ്ടായിരുന്നതാണ് ഒരു ഫോട്ടോ, കല്യാണിയുടെ പണ്ടത്തെ ഫോട്ടോയാണ്. അപ്പൊ അതെടുത്ത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതെന്താ നിനക്ക് കല്യാണി മോളെ വെറുപ്പല്ലേ, പിന്നെ എങ്ങനെ നിന്റെ കയ്യിൽ ഈ ഫോട്ടോ ഒക്കെ വരാ എന്ന് ചോദിക്കുമ്പോൾ ഇത് അമ്മ എത്രയൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും കല്യാണിയെ ഞാൻ ഒരു ഭാഗം വെച്ച് ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ട് അവളുടെ ഫോട്ടോ എൻ്റെ പേഴ്സിൽ ഉണ്ടായതാണ് എന്നിങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ഭാനുമതി അമ്മയ്ക്ക് എന്തായാലും വിഷമാകുന്നുണ്ട്. എന്തായാലും ഞാനിനി ആരോടും ഒരു വൈരാഗ്യത്തിനോ ദേഷ്യത്തിനോ ഒന്നുമില്ല അമ്മേ. എനിക്കിനി ജീവിക്കാൻ ആരുടെയൊക്കെ തണല് ഞാൻ തേടേണ്ടി വരും. അവരൊക്കെ തണല് തേടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇനി ഒന്നിനുമില്ല. വിക്രത്തിന്റെ സ്വഭാവമൊക്കെ ഞാൻ ഏകദേശം മനസ്സിലാക്കിയതാണ് അമ്മ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഭാനുമതി അമ്മ കാര്യങ്ങളെല്ലാം നമ്മുടെ കല്യാണിയോട് ചെന്ന് പറയുന്നുണ്ട്. മോളെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പ്രകാശന് മോളോട് അത്ര ദേഷ്യമൊന്നുമില്ല. കാരണം മോളുടെ ഫോട്ടോ അവന്റെ പേഴ്സിൽ നിന്ന് എനിക്ക് കാണിച്ചു തന്നു. മോളുടെ ആദ്യത്തെ ഫോട്ടോയാണ്. അങ്ങനെ അവൻ നിന്റെ ഫോട്ടോ അതിൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇഷ്ടമെങ്കിൽ അവനുണ്ടാകില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് കല്യാണിയും ആകെ അമ്പരന്ന് പോവുകയാണ്. എന്തായാലും നമ്മുടെ കല്യാണി പ്രകാശനോട് ചെറിയ അലിവൊക്കെ കാണിക്കുന്നുണ്ട്. കമ്പനിയിൽ ചെറിയ ജോലിയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ ചെറിയ ചെറിയ ജോലികൾ പ്രകാശൻ ചെയ്തു തുടങ്ങുന്നുണ്ട്. ആ ഒറ്റക്കാലം വെച്ച് ഉന്തി തള്ളി ഇങ്ങനെ പോകുന്നു. എന്തായാലും കല്യാണിക്ക് അവയാളോട് സഹതാപവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പ്രകാശൻ ഇനി തിരിച്ച് മറ്റൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വിക്രം ഇറങ്ങിയാലും പുറത്തിറങ്ങി കല്യാണിയെയും കാർത്തികയും കൊല്ലണമെന്ന് പറഞ്ഞാലും അതിനൊക്കെ എതിർത്ത് നമ്മുടെ പ്രകാശൻ നിൽക്കും. വിക്രത്തിനെ കൊല്ലാൻ വരെ നമ്മുടെ പ്രകാശം മടിക്കില്ല. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക് യു.